ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SM KL04 വ്ളോഗ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നോട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നല്ല പൂ പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇതുപോലെ നിങ്ങൾക്കും അടിപൊളിയായിട്ട് അപ്പം പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഇപ്പം ഞാൻ പാലപ്പം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പൊന്നിയരിയാണ് എടുത്തേക്കുന്നത്. പൊന്നിയരി 4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി ഓവർനൈറ്റ് കുതിരാൻ വെച്ച് വെള്ളമെല്ലാം കളഞ്ഞിട്ടെടുത്തതാണ്. പിന്നെ 2 കപ്പ് തേങ്ങ ചിരകിയതും എടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് കട്ട കെട്ടാതെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടിനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊന്ന് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇത് കുറുക്കിയെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ജാർ എടുക്കാം. ജാറിലേക്ക് നേരത്തെ കുതിർത്തി മാറ്റി വെച്ചിരുന്ന അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗത്തോളം അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് തേങ്ങയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 5-6 ഏലക്കയുടെ കുരുവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ കുറുക്കി വെച്ചിരുന്ന ആ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കപ്പി കാച്ചി എന്നൊക്കെ പറയും. അതുകൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ 4 കപ്പ് അരിക്കാണ് 1 കപ്പ് ചോറ് എടുത്തേക്കുന്നത്. അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരയ്ക്കാനായിട്ട് ആവശ്യത്തിനുള്ള 1/2 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം പോരെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് നമുക്ക് അരയ്ക്കാവുന്നതാണ്. അധികം വെള്ളമായി പോകാൻ പാടില്ല. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പം നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 4 പേർക്ക് കഴിക്കത്തക്ക രീതിയിലുള്ളതാണ് എടുത്തേക്കുന്നത്. 4-5 പേർക്ക് നമുക്കിത് എടുക്കാൻ പറ്റും. അല്ല ഇതിൽ കുറവ് മതിയെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് അതിനനുസരിച്ച് കുറച്ചിട്ടെടുത്താൽ മതി. അല്ലെങ്കിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് കൂട്ടിയെടുത്താലും മതിയാവും. ബാക്കിയിരിക്കുന്ന അരിയും ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ജാറിലേക്ക് ഒഴിച്ച് ജാറ് കഴുകിയിട്ടാണ് ആ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അത് ഒഴിച്ച് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ മധുരം നോക്കണം. മധുരം പോരെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള മധുരവും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ മധുരം എനിക്ക് കുറവായതും കൊണ്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലതായിട്ട് ഇളക്കി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 3-4 മണിക്കൂറിനുള്ളിൽ തന്നെ നന്നായിട്ട് പുളിച്ച് വരും. ഇപ്പം നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ 4 മണിക്കൂറായിട്ടുണ്ട്. അപ്പം നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ നോക്കണം ഇടയ്ക്കിത്, അല്ലെങ്കിൽ ഇത് പുളിച്ച് താഴത്തേക്ക് ഒഴുകിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നന്നായിട്ട് പാത്രം നിറച്ചതുപോലെ ആയി വന്നിട്ടുണ്ട്. 4 കപ്പ് നമ്മൾ അരി എടുത്തേക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്താൽ മതി. ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇവിടെ അപ്പം എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് അപ്പമാവ് എടുക്കാൻ പറ്റും.
അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഞാനിതിൽ നിന്ന് ആവശ്യമുള്ള മാവ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ അപ്പമാവ് കറക്റ്റ് കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം നമ്മുടെ മാവ്, നല്ല ലൂസായിട്ടിരിക്കണം. പിന്നെ ഈ ടൈമിൽ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം നമ്മുടെ മാവ് കറക്റ്റ് അളവിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. പാനോ അപ്പച്ചട്ടിയോ വെക്കാം. അതിലേക്ക് 1 തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇപ്പം നന്നായിട്ട് ചുറ്റിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഹോൾസ് എല്ലാം വീഴും. ഹോൾസ് വന്ന് ഫുള്ളായിട്ട് ഹോള് വീണ് കഴിഞ്ഞിട്ട് മാത്രം നമ്മളിതിൻ്റെ ലിഡ് കൊണ്ട് അടച്ചു കൊടുക്കുക. ഇനി അടച്ച് 1 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നല്ലതായിട്ട് വെന്ത് വരും. ഇപ്പം നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. നല്ലതായിട്ട് ഹോൾസൊക്കെ വീണിട്ടുണ്ട്. നല്ല അടിപൊളി അപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണേ. ബാക്കി മാവ് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടെടുക്കാം. നമ്മുടെ അപ്പം നല്ല സോഫ്റ്റും ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം അപ്പം മാവ് പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് ഇതുപോലെ അപ്പം റെഡി ആയിട്ട് കിട്ടാത്തവർ ഈ മെത്തേഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റും ക്രിസ്പി ആയിട്ടുള്ള അപ്പം നിങ്ങൾക്കും പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.